ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ 6ാം ക്ലാസ്സിലെ കേരള പാഠാവലി മലയാളം എക്സാമിൻ്റെ മുന്നത്തെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യലാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടൈം എക്സാം ആണല്ലോ. ഫസ്റ്റ് ടൈം ഓണം എക്സാമിനുമായി ബന്ധപ്പെട്ടിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രവർത്തനം 1 വായിക്കാം എഴുതാം എന്ന് കൊടുത്തിട്ടുണ്ട്. കവിതാഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ്. പൂക്കുന്നിതാമുല്ല പൂക്കുന്നിലഞ്ഞി എന്ന് പറയുന്ന പ്രശസ്തമായ കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് റീഡ് ചെയ്ത് നോക്കുക. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് വന്നോളണമെന്നില്ല, അതുകൊണ്ടാണ് ഞാനിത് റീഡ് ചെയ്യാത്തത്. വേറെ കവിതകളൊക്കെ തരും, അല്ലെങ്കിൽ വേറെ പാരഗ്രാഫോ ഒക്കെ തരും. കവിതയിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ അത് എഴുതണം എന്നുള്ളതിൻ്റെ ഒരു മോഡലാണിത്. അപ്പോൾ കവിതയിൽ ഏതു കാലത്തെയാണ് വർണ്ണിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വർഷകാലത്തെ, ശരത്കാലത്തെ, വസന്തകാലത്തെ. എൻ കുമാരനാശാൻ്റെ ആണ് കേട്ടോ ഈ കവിത. ഫേമസ് ആയിട്ടുള്ള കവിതയാണ്, എല്ലാവർക്കും അറിയുന്ന കവിതയാണ്. അപ്പോൾ ഈ കവിതയിൽ ഏതു കാലത്തെയാണ് വർണ്ണിച്ചിട്ടുള്ളത്? വർഷകാലത്തെ, ശരത്കാലത്തെ, വസന്തകാലത്തെ. ഏത് കാലത്തെയാണ്? വസന്തകാലത്തെയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു പക്ഷിയെക്കുറിച്ച് കവിതയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് പക്ഷി? തത്ത, കുയിൽ, പ്രാവ്. ഏതാണ്? തത്തയാണ് ആ പക്ഷി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചുവന്ന് മനോഹരമായിരിക്കുന്ന കാടിനെ ഏതിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു? ഇലഞ്ഞിപ്പൂക്കളോട്, അസ്തമയ സൂര്യനോട്, അന്തിമേഘങ്ങളോട്. കവിത വായിച്ചാൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അന്തിമേഘങ്ങളോടാണ് ചുവന്നു മനോഹരമായിരിക്കുന്ന കാടിനെ സാദൃശ്യപ്പെടുത്തിയിട്ടുള്ളത്. തത്തകൾ നെൽക്കതിരുകൾ കൊത്താനെത്തുന്നത്. വായു പുഷ്പഗന്ധം പരത്തുമ്പോൾ, പാടങ്ങൾ പൊന്നിൽ നിറം പൂണ്ട് നിൽക്കുമ്പോൾ, പൂങ്കാവിൽ ആളേറെയാകുമ്പോൾ. ഏതാണ്? രണ്ടാമത്തെ അല്ലേ? പാടങ്ങൾ പൊന്നിൽ നിറം പൂണ്ട് നിൽക്കുമ്പോഴാണ്. നിറം എന്ന അർത്ഥത്തിൽ കവിതാഭാഗത്ത് നൽകിയിരിക്കുന്ന മറ്റൊരു പദം ഏതാണ്? ഗന്ധം, വർണ്ണം, നാഗം. ഏതാണ്? വർണ്ണമാണ്. പ്രവർത്തനം 2 അഭിപ്രായക്കുറിപ്പ് എഴുതാനാണ്. എം.എസ്. ബാബുരാജിനെ പോലെ കോഴിക്കോട് അബ്ദുൽ ഖാദറിനെയും കണ്ടെത്തിയ കുഞ്ഞു മുഹമ്മദക്കയായിരുന്നു. ഇവരെ വളർത്തിയെടുക്കൽ തൻ്റെ നിയോഗമായി കരുതിയ അദ്ദേഹം അവരെ പ്രോത്സാഹിപ്പിച്ചു. പാട്ടിൻ്റെ പാലാഴി എന്ന പാഠഭാഗത്തിലെ കുഞ്ഞു മുഹമ്മദക്കയെ പരിചയപ്പെട്ടല്ലോ. തൻ്റെ ജീവിതം മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ചെലവഴിച്ച കുഞ്ഞു മുഹമ്മദക്കയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എഴുതുക. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതിലെ നന്മ തുടങ്ങിയവ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് പാഠഭാഗത്തെ ആസ്പദമാക്കിയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ കുഞ്ഞു മുഹമ്മദക്കയുടെ ജീവിതം പരിചയപ്പെട്ടില്ലേ നമ്മൾ? അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ സ്വന്തം അഭിപ്രായക്കുറിപ്പ് അല്ല, അതിനെക്കുറിച്ചുള്ള ഒരു നന്മകളൊക്കെ കുറിച്ച് ഒരു അഭിപ്രായം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. കുഞ്ഞു മുഹമ്മദക്കയെ പോലുള്ള നന്മ നിറഞ്ഞ മനുഷ്യരെയാണ് സമൂഹത്തിന് ആവശ്യം. അമിതമായ ദരിദ്രരായ കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി അവരെ ഉയർച്ചയുടെ പടവുകൾക്ക് കയറ്റിവിട്ടു അദ്ദേഹം. അവർ കലാലോകത്ത് എല്ലാവരും ആദരിക്കുന്നവരായി. കെ.ടി. മുഹമ്മദ്, കെ.പി. ഉമ്മറും കോഴിക്കോട് അബ്ദുൽ ഖാദറും എം.എസ്. ബാബുരാജുമെല്ലാം അദ്ദേഹത്തിൻ്റെ സ്നേഹത്തടവിൽ വളർന്നു വന്നവരാണ്. തെരുവിലൂടെ വയറ്റത്തടിച്ചു പാടി നടന്ന എം.എസ്. ബാബുരാജ് എന്ന കുട്ടിയുടെ ഉള്ളിലെ സംഗീതം തിരിച്ചറിഞ്ഞ് അവന് വളരാനുള്ള സാഹചര്യം കുഞ്ഞു മുഹമ്മദ് ഒരുക്കി കൊടുത്തു. വിദ്യാഭ്യാസം കുറവായിരുന്നെങ്കിലും കലകളുടെ ആഭിമുഖ്യം ഉണ്ടായിരുന്നതിനാൽ കലാകാരന്മാരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യമായിരുന്നു. അവർക്കു വേണ്ടി സംഗീത സദസ്സുകളും നാടകാരങ്ങുകളും സംഘടിപ്പിക്കുകയും ചെയ്തു. സ്വന്തം ജീവിതം മറ്റുള്ളവരുടെ ഉന്നതിക്കായി സമർപ്പിച്ച മഹാനായിരുന്നു അദ്ദേഹം. അപ്പോൾ ഇങ്ങനെയൊരു കുറിപ്പ് എഴുതാനാണ് നിങ്ങളുടെ ഒരു അഭിപ്രായക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് പ്രവർത്തനം 3 ദൃക്സാക്ഷി വിവരണമാണ്. മയൻ്റെ മായാജാലം എന്ന കാവ്യഭാഗത്ത് നിമിഷ നേരം കൊണ്ട് അതിഭീകരമായ കൊട്ടാരം പണിതുയർത്തിയ രംഗത്തിൻ്റെ ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കിയിരുന്നല്ലോ. കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധികം തുള്ളലിൽ തൻ്റെ വഴിമുടക്കി കിടക്കുന്ന ഹനുമാനെ അവിടെ നിന്നും നീക്കാൻ ഭീമൻ്റെ ശ്രമം അവതരിപ്പിച്ചിരിക്കുന്നത് വായിക്കൂ. സംഭവത്തിൻ്റെ ഭാവത്തിനും വൈകാരികതയ്ക്കും അനുയോജ്യമായ ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കുക.
അപ്പോൾ ആ ഒരു രംഗമാണ് ഇവിടെ കവിതയിൽ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ആശയം ഓരോ ചില വാക്കുകളുടെ അർത്ഥം അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ഒരു ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കേണ്ടത്. യാത്രയ്ക്ക് തടസ്സമായി കിടക്കുന്ന കിഴവൻ കുരങ്ങനെ കണ്ട് ദേഷ്യം കൊണ്ട് നിൽക്കുകയാണ് ഭീമൻ. ഹനുമാന്റെ നീണ്ടു കിടക്കുന്ന വാൽഗത കൊണ്ട് നീക്കിയിട്ട് നടന്നു പോകാം എന്ന് തീരുമാനിച്ച് ഭീമൻ കിടക്കുകയാണ്. അതുകൂടി കണ്ടപ്പോൾ ഹനുമാൻ ചെറിയൊരു ചിരിയോടെ ഭീമനെ നോക്കി കിടക്കുകയാണ്. അതുകൂടി കണ്ടപ്പോൾ ഭീമന് ദേഷ്യം ഇരച്ചു കയറുന്നുണ്ട്. അതാ ഹനുമാന്റെ അടുത്ത് ഭീമൻ എത്തിക്കഴിഞ്ഞു. ഗദ കയ്യിലെടുത്ത് വാലും പൊക്കാനുള്ള ശ്രമം ഭീമൻ തുടങ്ങിക്കഴിഞ്ഞു. ശക്തനായ തനിക്ക് ഒരു കൈ കൊണ്ട് വാലു പൊക്കാം എന്ന ഭാവത്തിൽ ഭീമൻ ശ്രമം നടത്തുകയാണ്. അത്ര പെട്ടെന്ന് നടക്കില്ല എന്ന് ഭീമന്റെ മുഖഭാവത്തിൽ നിന്ന് ഊഹിക്കാൻ കഴിയുന്നുണ്ട്. അതാ 2 കൈകളും കൊണ്ട് ഭീമൻ ശ്രമം തുടങ്ങിയിരിക്കുകയാണ്. അട്ടഹാസവും മുഴങ്ങി തുടങ്ങിയിരിക്കുന്നു. സർവശക്തിയും എടുത്ത് ഗദ കൊണ്ട് തിക്കി വാല് പൊക്കാൻ വീണ്ടും ശ്രമം നടത്തുകയാണ്. ഹനുമാനാവട്ടെ ഒന്നും സംഭവിക്കാത്തതുപോലെ. അപ്പോൾ അങ്ങനെ ഒക്കെയാണ് എഴുതേണ്ടത് കേട്ടോ. ഈ സെയിം ക്വസ്റ്റ്യൻ ഒന്നും നിങ്ങൾക്ക് വരില്ല. അടുത്തത് ആസ്വാദനക്കുറിപ്പ് എഴുതാനാണ്. മഞ്ഞക്കിളി എന്ന് പറയുന്ന ഈ കവിതയ്ക്ക് വൈലോപ്പിള്ളിയുടെ ഈ കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പഞ്ഞിയും തൂവലും പോയലും വൈക്കോലും പഞ്ഞത്തിൽ തോമും ദൂരയും തേടി ദ്രാവക അങ്ങനെ പറഞ്ഞ് കവിത ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് വായിച്ച് നോക്കുക കേട്ടോ. മനോഹരമായ ഒരു വർണ്ണനയാണ് മഞ്ഞക്കിളി എന്ന കവിത. അമ്പഴ കൊമ്പത്ത് പൈങ്കിലുണ്ടാക്കിയ കൂടിനെ വർണ്ണിക്കുകയാണ് കവി വൈലോപ്പിള്ളി. പഞ്ഞിയും തൂവലും പായലും വൈക്കോലും എല്ലാം ചേർത്തിണക്കിയ ഭംഗിയുള്ള കൊച്ചുകൂട് 4 ദിവസം കൊണ്ടാണ് തൻ്റെ കൊച്ചുമാളിക പൈങ്കിളി ഉണ്ടാക്കിയത്. ഈ കൂട് കണ്ടാൽ തന്നെ പൈങ്കിളിയുടെ കഴിവും ഉത്സാഹവും എല്ലാം നമുക്ക് മനസ്സിലാകും. വെള്ള തേച്ച് മിനുക്കിയതല്ലെങ്കിലും ഈ കൊച്ചുകൂട് അമ്മയുടെ ഉള്ളുപോലെ വെളുത്തതാണ്, നന്മ നിറഞ്ഞതാണ്. മിന്നാമിനുങ്ങ വിളക്കിൻ്റെ വെളിച്ചമോ ഒന്നും ഇല്ലെങ്കിലും ഈ വീട് നന്മയുടെ വെളിച്ചം നിറഞ്ഞതാണ്. മനോഹരമായ ആ കൂട്ടിലാണ് പൈങ്കിളി മുട്ടയിട്ടത്. നല്ല മെഴുത്ത കൊച്ചു രസ കുടുക്ക പോലുള്ള മുട്ട എന്നാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. ഒരു കൊച്ചു കിളിയുടെ കൂടുകളും മുട്ടയിടലും എല്ലാം ശ്രദ്ധാപൂർവം നിരീക്ഷിച്ച് കവി രചിച്ചതാണ് ഈ കവിത. തൂവലും പഞ്ഞിയും എല്ലാം കൊണ്ടുവന്ന കിളി കൂടുവെക്കുന്നതും അതിൽ മുട്ടയിടുന്നതും എല്ലാം നേരിട്ട് കാണുന്ന അനുഭവമാണ് ഈ കവിത വായിക്കുമ്പോൾ ഉണ്ടാകുന്നത്. വാക്കുകൾ കൊണ്ട് ഒരു മനോഹര ദൃശ്യം വരച്ചിടുകയാണ് കവി. ഇങ്ങനെയാണ് ഒരു കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എഴുതേണ്ടത്. അടുത്തത് പാടാനോർത്തൊരു മധുരമീ ഗാനം പാടിയതില്ലല്ലോ എന്ന ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലെ ഗാനം പാടി അനശ്വരമാക്കിയ കോഴിക്കോട് അബ്ദുൽ ഖാദറിനെ കുറിച്ച് പാട്ടിൻ്റെ പാല എന്ന പാഠഭാഗത്ത് വായിച്ചറിഞ്ഞല്ലോ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ഫെബ്രുവരി 19, 1916, 1977 ഫെബ്രുവരി 13 കേരള സൈഗാർ കോഴിക്കോട് മിഠായിത്തെരുവിൽ വാച്ച് കമ്പനി നടത്തിയിരുന്ന JS ആൻഡ്രൂസിൻ്റെ മകൻ. സിനിമാ നാടക പിന്നണി ഗായക രംഗത്ത് സ്വരമാധുര്യവും ആലാപന മികവും കൊണ്ട് ശ്രദ്ധേയമായ വ്യക്തി. ധാരാളം നാടക ഗാനങ്ങൾ പാടി. കോഴിക്കോട് അബ്ദുൽ ഖാദർ ആകാശവാണി നിലയത്തിലെ ഗായകൻ. സോജ രാജകുമാരി, സോജ എങ്ങനെ നീ മറക്കും കുയിലെ, പച്ചപ്പനന്തത്തെ തുടങ്ങിയ ഗാനങ്ങൾ. പാഠഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തി കോഴിക്കോട് അബ്ദുൽ ഖാദറിൻ്റെ അനുസ്മരണ ചടങ്ങിൽ അവതരിപ്പിക്കാനായി ഒരു പ്രസംഗം തയ്യാറാക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനിച്ചതും അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വിശദീകരിച്ചെഴുതുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. എല്ലാവർക്കും ബൈ ബൈ, ഓൾ ദി ബെസ്റ്റ്.